വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. അസാധ്യമായത് എന്തുണ്ട്, അസാധ്യമായത് എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്, യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്. പട്ടണത്തിൽ അവൻ വന്നാൽ അത്ഭുതമാ, വീട്ടിൽ അവൻ വന്നാലോ ആനന്ദമാ. പട്ടണത്തിൽ അവൻ വന്നാൽ അത്ഭുതമാ, വീട്ടിൽ അവൻ വന്നാലോ ആനന്ദമാ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂലൈ 14 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും. ജൂലൈ 21 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ഭാഷ എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമുക്കൊരു അവസരത്തെ തരികയാണ്. എത്രത്തോളമാണ് നമ്മുടെ ആത്മീയ ലൈഫ്, നമ്മൾ ക്രിസ്തുവിലായതിനു ശേഷം എത്ര കാലമായി, ഇതുവരെ എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളോട് കർത്താവ് ഇടപെടട്ടെ, നിങ്ങളുടെ ജീവിതത്തോട് ചിലത് സംസാരിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇത് നിങ്ങളുടെ ലൈഫിന് വലിയൊരു മാറ്റത്തെ കൊണ്ടുവരട്ടെ. മെസ്സേജ് കേൾക്കാം. ദൈവത്തിൻ്റെ ഭാഷ എന്നൊരു ക്ലാസ്സാണ്. ദൈവത്തിൻ്റെ ഭാഷ അത് കേൾക്കാൻ വലിയ സന്തോഷമുള്ള കാര്യമോ. ഞാൻ ഈ 10-25 കൊല്ലമായി കർത്താവിനെ അറിഞ്ഞിട്ട് ഞാൻ ഈ കാര്യം ഈ ദിവസങ്ങളിലാണ് ഗ്രഹിച്ചത്, മനസ്സിലാക്കിയത്. ദൈവത്തിൻ്റെ ഭാഷ, ദൈവത്തിന് ഭാഷയുണ്ടോ? അതെന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യമോ. അതാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് ആധാരമായൊരു വാക്യം നമുക്ക് വായിക്കാം. യൂദയുടെ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം, ഒരു അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ ആ വാചകം ഒന്ന് വായിച്ചാൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. ഞാനതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. ബട്ട് യു ബിലവഡ് ബിൽഡ് യുവർ സെൽഫ് up on your most holy faith, pray in Holy Ghost, pray in the Spirit. നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന വാചകത്തിനെ ഇംഗ്ലീഷ് ബൈബിളിലെ ആംപ്ലിഫൈഡ് വേർഷൻ വായിച്ചാൽ നമുക്ക് കാണിക്കാം. അതിവിശുദ്ധ വിശ്വാസം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് 3-4 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെ ഒരു വാചകം കണ്ടിന്യൂലി പ്രോഗ്രസ് എന്നാണ്. ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ 2-3 പ്രധാന ചിന്തകൾ വന്നു. ഒന്നാമത്തെ ചിന്ത, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചിട്ട് എത്ര നാളായെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ചോദ്യം നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം പ്രോഗ്രസീവ് ആണോ, വളരുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ ആ ചോദ്യം ചോദിക്കാം. നിങ്ങൾ യേശുവിനെ അറിയാത്ത ഒരാളാണെങ്കിൽ എനിക്കിന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാട്ടെ. പക്ഷെ യേശുവിനെ അറിയുന്ന എത്ര പേരുണ്ട്? അവരുടെ കരങ്ങളൊന്ന് ഉയർത്തി കാണിച്ച്. ഒത്തിരി പേരുണ്ടല്ലേ. യേശുവിനെ അറിഞ്ഞിട്ട് ഒത്തിരി നാളായി എന്ന് പറയുന്നവരുന്ന കരങ്ങൾ ഉയർത്തിക്കേ. ഒത്തിരി നാളായി. ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ആത്മീയ ജീവിതം വളരുന്നുണ്ടോ?
ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ ആത്മീയ ജീവിതം കണ്ടിന്യൂലി റെഗുലറായി വളരണമെന്നാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് സ്വയം ചോദിക്കാവോ, നമ്മുടെ ആത്മീയ ജീവിതം വളരുന്നുണ്ടോ? ആത്മീയ ജീവിതം വളരുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനായി കഴിയും. ഏത് വളർച്ചയും ഏത് പ്രോഗ്രസ്സും നമുക്ക് അളക്കുവാനായി കഴിയും. സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും, ആത്മീയ ജീവിതം വളരുന്നത് എങ്ങനെ അളക്കുവാനായി കഴിയും? ഏത് ആത്മീയ ജീവിതവും നമുക്ക് പരിശോധിക്കാനായി കഴിയും, വളർച്ച ഉണ്ടോ നോക്കാനായി കഴിയും. മെഷറബിളാ. നിങ്ങളുടെ ആത്മീയ ജീവിതം മാത്രമാണോ നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് പരിശോധിക്കേണ്ടത്? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നോ? ഇതൊരു വലിയ കാര്യമോ ഗൗരവമുള്ള കാര്യമോ? എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ യേശുവിൽ വിശ്വാസത്തിൽ വന്നിട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതം വളരുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. 2, നിങ്ങളുടെ ആത്മീയ ജീവിതം വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പരിശോധിക്കാം നമുക്ക്. നിങ്ങളുടെ ഭൗതിക ജീവിതം വളരുന്നുണ്ടോ? നിങ്ങളുടെ ആരോഗ്യം വളരുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ സമാധാനം വളരുന്നുണ്ടോ? അതോ നിങ്ങൾ സ്നാനപ്പെട്ടു, വിശ്വാസത്തിൽ വന്നു, അന്നത്തെ പോലെ ഇപ്പോഴും പോകുന്നുണ്ട്, വീണ്ടും ആത്മീയ യുദ്ധം എന്ന് പറയുന്നുണ്ട്, ഇന്നും പോരാട്ടമാ, ഇന്നും വഴക്കാ, ഇന്നും പ്രശ്നമാ, അങ്ങനെയാണോ നിങ്ങളുടെ വീട് പോകുന്നേ? നിങ്ങളിപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ജോൺ ബ്രദർ വരുമ്പോൾ മീറ്റിങ്ങിന് വരുന്നുണ്ട്, അല്ല ഞായറാഴ്ച മീറ്റിങ്ങിന് വരുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, 2 പുതിയ പാട്ട് അറിയാം, ബൈബിളിലെ കുറെ വാക്യങ്ങൾ അറിയാം, ഓക്കെ റൈറ്റ്. പക്ഷെ ചോദ്യം അതല്ല. നിങ്ങളുടെ സ്പിരിച്വൽ വളർച്ച നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒരിക്കൽ ഇങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ വളർച്ചയെ പരിശോധിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തിരിച്ചു നോക്കേണ്ട ഏറ്റവും ആദ്യത്തേത്, നിങ്ങൾ യേശുവിനെ അറിഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മീയ സ്ഥിതി എന്തായിരുന്നു എന്നും ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നും പരിശോധിക്കണം. ഒത്തിരി വലിയ കാര്യമാണ് ഇന്നത്തെ ഈ പറയാൻ പോകുന്ന കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞ 1/2 മണിക്കൂർ കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ ഒക്കത്തില്ലെന്ന്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആത്മീയ ജീവിതം വളരുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ നീ വിജയത്തിലാണ് ജീവിക്കുന്നത്. വണ്ടർഫുൾ ജീസസ്. നിങ്ങൾ ഒരു 5 പേര് ലൈനായിട്ട് എൻ്റെ അടുത്ത് മുമ്പിൽ വന്ന് നിൽക്കാവോ? 5 പേര്. ജോയിനമോളും കൂടെ വാ, വികാസ് വാ, കം, ആരെങ്കിലുമൊക്കെ 5 പേര് വരാവോ? അങ്ങനെ ലൈനായിട്ട് നിൽക്കാവോ? വാ, വന്ന് നിൽക്കുക. ഇങ്ങനെ നിൽക്കുക, ഇവിടെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുക. നിൽക്കടോ മോനെ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫാണ്. എന്താണ്? നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് 2 പടി നിങ്ങൾ മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. സ്പിരിച്വൽ ലൈഫിലെ വളർച്ച എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ അളക്കാം? സ്പിരിച്വൽ ലൈഫിൽ 2 തലങ്ങളുണ്ട്. ആത്മീയ അനുഭവങ്ങളും 2 ആത്മീയ ഫലങ്ങളും. ഒന്നും കൂടെ പറയട്ടെ. ആത്മീയ വരങ്ങൾ എന്ന് പറഞ്ഞ ദർശനം കാണുക, പ്രവചനം കാണുക, വെളിപ്പാടുകൾ കാണുക, രോഗികൾ സൗഖ്യമാക്കുക, അത്ഭുതങ്ങൾ ഉണ്ടാകുക, അങ്ങനെ ഒന്ന്. 2 സമാധാനം വളരുക, നല്ല ക്യാരക്ടർ വരിക, ദേഷ്യ സ്വഭാവം മാറുക, എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുക. ഇത് ആത്മീയമായ പ്രോഗ്രസ് ആണെങ്കിൽ ഇത് ഭൗതികമായ അല്ലെങ്കിൽ ആത്മീയമായ ഫലങ്ങളാണ്. ഞാൻ അടുത്തൊരാളെ മുന്നോട്ട് വിളിക്കുക. ഇത് നമ്മുടെ ഫിനാൻഷ്യലായ കാര്യമാണ്. ഇത് ഹെൽത്ത് ആണെന്ന് വിചാരിക്കേ. ഒരു നല്ല ആമേൻ പറഞ്ഞേ, കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നു? നിങ്ങളെല്ലാവരും പുറകോട്ട് നിന്നേ. നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നിങ്ങളുടെ ആത്മീയമായ പ്രോഗ്രസ് എങ്ങനെയുള്ളതായി ഇപ്പോൾ? Where is it now? എവിടെ അത്? നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ പാട്ട് പാടുന്നുണ്ട് ഞാൻ, പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എന്നാണ് എന്ന് പറയുന്നതെങ്കിൽ നേരത്തെ നിങ്ങൾ കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, കുറച്ചും കൂടെ
തല്ലിപ്പൊളി കളഞ്ഞ് ഞാൻ പാടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഒരു പടി വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ തല്ലിപ്പൊളി സ്വഭാവം എല്ലാം കളഞ്ഞു. ആത്മീയമായി നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, പള്ളി വരാൻ തുടങ്ങി. ദാറ്റ് ഈസ് എ ഗുഡ് സ്റ്റെപ്പ്. പക്ഷെ അതിനപ്പുറത്ത് വല്ല പ്രോഗ്രസ്സും നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് നടന്നു നോക്കാം നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെയാന്ന്. എന്ന് നിശബ്ദമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നേ. ഞാൻ എൻ്റെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ലൈഫിനെ തിരിഞ്ഞു നോക്കാറുണ്ട്. ഞാൻ നിന്ന രീതിയിൽ തന്നെയാണോ ഇപ്പോഴും ശുശ്രൂഷിക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ അതിനെ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിനെ വളർത്താം? ഞാൻ ഒരാളോട് വെളിപ്പാട് പറയുന്നത് കുറച്ചും കൂടെ ഡീപ്പറായി ഇപ്പൊ പറയുന്നുണ്ടോ? കുറെ കൂടെ എനിക്ക് വെളിപ്പാടുകൾ നേരത്തേക്ക് ഭംഗിയായിട്ട് കിട്ടുന്നുണ്ടോ? ഞാൻ ദൈവത്തിനെ വായിക്കുമ്പോൾ കുറെ കൂടെ എനിക്ക് ആഴമായ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ സ്പിരിച്വൽ പ്രോഗ്രസ് എവിടെയാ? എൻ്റെ ക്യാരക്ടറിൽ പ്രോഗ്രസ് ഉണ്ടോ? എൻ്റെ ദേഷ്യ സ്വഭാവം അതുപോലെയാണോ? എൻ്റെ മറ്റ് ബിഹേവിയർ അല്ല അതേപോലെ തന്നെ തുടരുവാണോ? അതോ ചേഞ്ചസ് ഉണ്ടോ? ഞാൻ കിടന്നിരുന്ന ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ പുറത്തു വന്നിട്ടുണ്ടോ? അതോ ഞാൻ ഇപ്പോഴും കടത്തിൽ തുഴയുകയാണോ? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രോഗ്രസീവ് അല്ല എങ്കിൽ എവിടെ ഒരു പ്രശ്നമുണ്ട്. ആർ യു ലിസണിങ്? നിങ്ങൾ വളരുന്നില്ല എങ്കിൽ എവിടെ ഒരു പ്രശ്നമുണ്ട്. വളരുന്നു എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾക്ക് സക്സസിനെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ, ദൈവ വിഭാഗനം ചെയ്ത അനുഗ്രഹത്തിലേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. എന്നെ ശ്രദ്ധിക്കൂ. എനിക്ക് ഒരിക്കൽ മനസ്സിലായി, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ രാജാക്കന്മാരെ പോലെ സമൃദ്ധിയിൽ അനുഗ്രഹത്തിൽ ജീവിക്കണമെന്ന്. ഞാൻ സുവിശേഷ വേല ചെയ്യുന്നയാളാണ്, എനിക്ക് വേറെ ജോലിയില്ല. എൻ്റെ കൈകളിൽ ആരെങ്കിലും സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ശുശ്രൂഷ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയിലൂടെ ഒരാൾ എൻ്റെ കൈകളിൽ തരുന്ന പണം മാത്രമേ എൻ്റെ കൈ വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലായി, ഞാൻ അനുഗ്രഹത്തിൽ ജീവിക്കാനാണ് വിളിച്ചിട്ടുള്ളതെന്ന്. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ, ഞാൻ കൊട്ടാര സദൃശ്യമായൊരു വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ആവശ്യത്തിൽ എനിക്കൊരു ഞെരുക്കമില്ല. എൻ്റെ എല്ലാ പേഴ്സണൽ ആവശ്യങ്ങളും അനുനിമിഷം നടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല. എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ സമൃദ്ധിയിൽ നടക്കുന്നുണ്ട്. ഒരു കുറവുണ്ടെന്നല്ല, സമൃദ്ധിയിൽ നടക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം എത്തിയെങ്കിൽ നിങ്ങളൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ എൻ്റെ ഹെൽത്ത്, ഞാൻ ഇന്നലത്തേക്കാൾ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ആമയും പറയാത്ത എന്താ? ഒരു 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനൊക്കെ ഹെൽത്തിയാണ്. ഞാൻ താഴോട്ട് പോയില്ല, ഞാൻ ബെറ്റർ ആകുകയാണ് ചെയ്യുന്നേ. ഇരുന്നോ? താങ്ക് യു വെരി മച്ച്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാട്ടെ. എനിക്കൊരു 5-6 പേരെയും കൂടെ ആവശ്യമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും പോയി കളയല്ലേ. സത്യത്തിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാകണം. എനിക്കുണ്ടായ ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ എനിക്കും നമുക്കുണ്ടായ ഏറ്റവും വലിയ കാര്യം, ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ അവൻ്റെ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇറ്റ്സ് ക്വൈറ്റ് ബിഗ്, വലിയ കാര്യം അല്ലേ? എന്താ ഈ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞ? യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ മത്തായി സുവിശേഷം 4:23 ശ്രദ്ധിച്ച് കേൾക്കാട്ടെ. പിന്നെ യേശു ഗലീലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളിയിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും, രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. നമ്മൾ ഇന്ത്യ രാജ്യത്താണ് താമസിക്കുന്നത്.
യേശു കർത്താവ് ഗലീല എന്ന് പറയുന്ന പ്രദേശത്താണ് പ്രസംഗിച്ചത്. യഹൂദിയയിലാണ് പ്രസംഗിച്ചത്, കഫർനഹൂമിലാണ് പ്രസംഗിച്ചത്. പ്രസംഗിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, അന്ന് ഹേരോദാവാണ് ആ രാജ്യം വാഴുന്നത്. ആ ഹേരോദാവ് രാജ്യം വാഴുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട്. ആരെങ്കിലും വിശ്വസിച്ചാൽ, ആരെങ്കിലും എൻ്റെ പ്രസംഗം വിശ്വസിച്ചാൽ, ആരെങ്കിലും എന്നിൽ വിശ്വസിച്ചാൽ ആ ആൾക്ക് ദൈവരാജ്യത്തിനകത്തേക്ക് കയറാനായി പറ്റും. അപ്പൊ ഹേരോദാവിന്റെ രാജ്യമല്ലേ അത്? നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിലാണ്. പക്ഷെ വിശ്വസിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഞാൻ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നതെങ്കിലും ഞാൻ വേറൊരു രാജാതി രാജാവുള്ള കർത്താവുള്ള കാണുന്നതല്ലാത്ത വേറൊരു രാജ്യത്തിനകത്തേക്ക് ഞാൻ പ്രവേശിച്ച ദിവസമാണ് ഞാൻ യേശുവിനെ വിശ്വസിച്ച ദിവസം എന്ന് പറയുന്നത്. സത്യത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ വാതിലാണ്. ആ രാജ്യത്തിലേക്ക് കടക്കാനുള്ള വാതിലാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആരെങ്കിലും സുവിശേഷം കേട്ടാൽ സത്യത്തിൽ അയാൾ കടന്നത് ദൈവരാജ്യത്തിനകത്തേക്കാണ്. ഒരു നല്ല ആമേൻ പറഞ്ഞേ. നമ്മൾ എവിടേക്കാ കയറിയതാ? പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ രാജ്യത്തിന്റെ പ്രത്യേകത, ആ രാജ്യത്തിനകത്ത് രോഗികളില്ല, ആ രാജ്യത്തിലെ ദരിദ്രരില്ല, ആ രാജ്യത്തിലെ ദുഃഖിതരില്ല, ആ രാജ്യത്തിലെ മരണമില്ല, ആ രാജ്യത്തിലെ തകർച്ചകളില്ല, ആ രാജ്യത്തിലെ കടഭാരമില്ല, ആ രാജ്യത്തിലെ പിശാചിനെ തകർക്കാൻ കഴിയത്തില്ല. ആ രാജ്യത്തിലെ സകലതും സക്സസ് ആണ്, സകലതും വിജയമാണ്, സകലതും ഉയർച്ചയാണ്. പക്ഷെ നമ്മളെ നോക്കിക്കേ, നമ്മളിപ്പോഴും അങ്ങനെയല്ല. വായ് എന്തുകൊണ്ടല്ല? നമ്മൾ രാജ്യത്തിനകത്തേക്ക് പ്രവേശിച്ചു എന്ന് ശരിയാണോ? അപ്പോ നോക്ക, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകർത്തരി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ വിശ്വസിച്ച യേശു കർത്താവ് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ഒരാൾ ജനിച്ചാൽ അയാൾ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കും. ആരെങ്കിലും വെള്ളത്താൽ ജനിച്ചു, സ്നാനപ്പെട്ടു, യേശു ആത്മാവിൽ ജനിച്ചു, ആ നിമിഷം മുതൽ അയാൾ എവിടെയാ? അയാൾ ദൈവരാജ്യത്തിനകത്താണ്. യഥാർത്ഥത്തിൽ ഞാൻ ദൈവരാജ്യത്തിനകത്താണ്. പക്ഷേ why we are not progressing? എന്തുകൊണ്ട് ഞാൻ പ്രോഗ്രസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഞാൻ വളരുന്നില്ല? എൻ്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദകർത്തരി ഹല്ലേലൂയ. ഞാൻ ദൈവരാജ്യത്തിൽ എത്തിയതിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന്, ഞാൻ ദൈവരാജ്യത്തിൽ കടന്നപ്പോഴാണ്, ഗൗരവത്തോടെ ഞാൻ രാജ്യത്തിലേക്ക് കടന്നപ്പോഴാണ്, യേശുവിനെ വിശ്വസിച്ച് പ്രവേശിച്ചപ്പോഴാണ് എനിക്ക് സൗഖ്യം ഉണ്ടായത്. സത്യത്തിൽ എന്താ പ്രസംഗിക്കേണ്ടത് നിങ്ങൾക്കറിയാവോ? സിമ്പിളാണ്. നോക്ക, ആരെങ്കിലും ഈ രാജ്യത്തിനകത്തേക്ക് വരാൻ തയ്യാറായാൽ അയാൾക്കകത്തേക്ക് വരാം. ആ വരുന്നയാൾക്ക് അത്ഭുതം അപ്പോൾ അനുഭവിക്കാം, അടയാളം അപ്പോൾ അനുഭവിക്കാം, വിടുതൽ അപ്പോൾ അനുഭവിക്കാം, അയാൾ സക്സസിൽ ജീവിക്കാം എന്നതാണ് പ്രസംഗിക്കേണ്ടത്. യേശു പ്രസംഗിച്ച അതായിരുന്നു. സുവിശേഷം എന്നത്, അല്ലെങ്കിൽ സുവിശേഷം കേൾക്കുമ്പോൾ എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. അത് ദൈവരാജ്യത്തിലേക്കുള്ള വാതിലാണ്. ആ ദൈവരാജ്യത്തിൽ ദരിദ്രരില്ല, രോഗികളില്ല, നിരാശയിലായിരിക്കുന്നവരില്ല, വേദനിക്കപ്പെട്ടായിരിക്കുന്നവരില്ല. എന്നാൽ അവിടെ വലിയ സന്തോഷവും ദൈവിക അനുഭവമാണ് നമുക്കവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിലാണ് എന്ന് പറയുന്ന നമ്മളുടെ ലൈഫ് എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. നിങ്ങളുടെ ലൈഫിനൊരു മാറ്റം വരട്ടെ. ദൈവരാജ്യത്തിലാണ് എന്ന അനുഭവത്തിൽ, എന്ന ബോധ്യത്തിൽ നമുക്കായിരിക്കാം. സകലത്തെയും ജയിക്കുവാൻ തക്കോണം കർത്താവിൻ്റെ ശക്തിയെ അവൻ നമ്മുടെ ലൈഫിൽ പകർന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദൈവിക നന്മയിൽ അനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ, കർത്താവിൻ്റെ നിറവിലായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സീരിയൽ നമ്പർ KLM 64. ബ്രദർ, കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ നമ്മുടെ മിറക്കിൾ സൺഡേയിൽ കർത്താവ് ഈ അങ്കിളിന് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു അത്ഭുതത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ഈ അങ്കിളിന്റെ പേര് പാപ്പൻ എന്നാണ്. പാപ്പൻ. അതെ,
പനയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇദ്ദേഹം ഒരു റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ആണ്. കഴിഞ്ഞ 3 വർഷമായി വസ്തു തന്റെ സ്വന്തം പേരിൽ ലഭിക്കുവാൻ വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴായിട്ട് പിന്നീട് വരാനാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ മാസത്തില് ബ്രദർ മിറക്കിൾ സൺഡേയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അതേ ശനിയാഴ്ച ആ വില്ലേജ് ഓഫീസർ അങ്കിളിനെ വിളിച്ചിട്ട് സകല റെക്കോർഡ്സും ശരിയായിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറഞ്ഞു. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു, ദൈവം ചെയ്തു എന്ന് പറയാം. വർഷങ്ങളോളം ഞാൻ ഈ ആഫീസിൽ കയറി ഇറങ്ങി നടന്നിട്ടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞില്ല സാർ. എൻ്റെ ഇതൊന്നും എൻ്റെ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ വസ്തു ഒന്ന് ബാങ്കിൽ വെക്കാനാണ്, അതുകൊണ്ട് വഴിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്, എൻ്റെ പേരിൽ ഒന്ന് എഴുതി തരണമെന്ന് പറഞ്ഞപ്പം നാളെ ഒരു മാസത്തിൽ 4 പ്രാവശ്യം ചെല്ലും. അങ്ങനെ 3 വർഷം നടന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു, നീ അവിടെ പോകണ്ട, നീ പോകുന്ന ദേവാലയത്തിൽ ചെന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വന്ന് മിറക്കിൾ സൺഡേ ബ്രദറിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചു. ആ ശനിയാഴ്ച എന്നെ വിളിച്ച് പറയുന്നു, നിങ്ങളുടെ എല്ലാ റെക്കോർഡുകളും റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് വായിക്കാൻ പറഞ്ഞു. കർത്താവ് ചെയ്ത നന്മയ്ക്ക് നന്ദി. കർത്താവെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു. സീരിയൽ നമ്പർ KLM 71. ഈ ആൻറ്റിക്ക് നമ്മളോട് പറയാനായിട്ടുള്ളത്, ഈ പുതിയ വർഷത്തിൽ 2024 ഈ ആൻറ്റിയുടെ മോളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു നന്മയെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. ഈ ആൻറ്റിയുടെ പേര് ലതിക എന്നാണ്. മയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ആൻറ്റിയുടെ മകളുടെ പേര് ലിബിത എന്നാണ്. മോള് വർക്ക് ചെയ്യുന്നത് തെലങ്കാനയിൽ മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇവർക്ക് ഓഡിറ്റിംഗ് മീറ്റിംഗ് എന്നൊരു പരിപാടിയുണ്ട് പഠന സമയത്ത്. അതിൽ ഈ മോളുടെ കൂട്ടുകാരി ആ മോളുടെ കയ്യിൽ ഒരു ഡയമണ്ട് മോതിരം ഏൽപ്പിച്ചിരുന്നു. ആ കോഴ്സിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. എന്നാൽ ഈ മോള് ആ ഡയമണ്ട് മോതിരം തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ കുറെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം കുറെ വേസ്റ്റ് പേപ്പറുകൾ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നതും ഈ ഡയമണ്ട് മോതിരവും ചേർന്ന പേപ്പറും ഡസ്റ്റ്ബിനിൽ ഉപേക്ഷിച്ചു. എന്നാൽ കുറച്ചു ആണ് ഈ മോൾക്ക് ഓർമ്മ വന്നത് ആ മോതിരം പോക്കറ്റിലുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ ആ മോൾ പ്രാർത്ഥിച്ചിട്ട് ആ ഡസ്റ്റ്ബിനിൽ പോയി നോക്കി, അത് നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് സുരക്ഷിതമായി ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. വേറൊരാളുടെ മോതിരമാണ്. KLM 72. ഈ ആന്റിയുടെ പേര് മണിയമ്മ എന്നാണ്. ഓയൂർ നിന്നാണ് കടന്നു വരുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായാണ് ഈ ആന്റി നിൽക്കുന്നത്. ഈ ആന്റി ഡിസംബർ 7-ാം തീയതി ആദ്യമായിട്ടാണ് മീറ്റിങ്ങിന് വന്നത്. മാസങ്ങളായിട്ട് ആന്റിക്ക് കഴുത്തിന് താപ്പോട്ട് വേദനയും വയറ്റിന് എരിച്ചിലുമായിരുന്നു. എന്നാൽ സോളിസിസ്റ്റിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം തന്നെ ആ വേദനയും എരിച്ചിലും മാറിപ്പോയെന്നാണ് പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം അല്ലേ? സന്തോഷമാണ്. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. നമുക്ക് സന്തോഷമാണ്. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ജൂലൈ 16 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം കോഴിക്കോട് ജൂലൈ 17 രാവിലെ 10:30 മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂലൈ 18 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. കർത്താവ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ തന്നെ വർണ്ണിക്കുന്നതാണ്. അവന് നമ്മളോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു, അവന് നമ്മളോടുള്ള ദയയെ കാണിക്കുന്നു, ഇഷ്ടത്തെ കാണിക്കുന്നു, ഇരുട്ടിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ആ ദൈവിക ഉദ്ദേശത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ചിലതിനെ അതിജീവിച്ചാട്ടെ, ജയിച്ചാട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളോടൊപ്പം ചലിക്കുന്നുണ്ട്. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. ഇന്ന് നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ ദിവസമാണെന്ന് വിശ്വസിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ കർത്താവേ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. രോഗികളായിരിക്കുന്നവർ ദൈവത്തിൻ്റെ അത്ഭുതത്തെ അനുഭവിക്കട്ടെ അപ്പാ. എൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ വ്യക്തികളും സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. ദൈവിക അനുഭവത്തിലേക്ക് വരട്ടെ അപ്പാ. അവിടുത്തെ നന്മയിലേക്ക് വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ ആ നടുവിന് വേദനയായിട്ട്, നടുവിന്
ഡിസ്കിന് പ്രയാസവുമായിട്ടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ആ ഡിസ്കിനുള്ള ആ പ്രയാസം മാറിപ്പോകട്ടെ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ഇപ്പോഴാ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക നന്മകൾക്കായി നന്ദി പറയുന്നു. ദൈവിക നന്മകൾക്കായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം അപ്പാ കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവെ, ആക്സിഡൻ്റ് ആയതിനെ തുടർന്ന് വയറിൻ്റെ സൈഡിലായിട്ട് ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ഉണങ്ങി, പക്ഷേ ആ വേദന ഇപ്പോഴും തൻ്റെ ശരീരത്തിലുണ്ട്. തനിക്കെന്തോ ക്ഷതമേറ്റതുപോലെ തനിക്ക് ആ സൈഡിൽ വേദനയാണ്. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തി പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. ആ പ്രയാസം തൻ്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. കർത്താവിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുതകരം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുതകരം ചലിക്കട്ടെ അപ്പാ. അതോടൊപ്പം തന്നെ ഫിക്സ് വരുന്നൊരു കുഞ്ഞിനെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം. കർത്താവെ, ആ കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്നു. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ആ കുഞ്ഞിൻ്റെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ആ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. കർത്താവെ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അപ്പാ, ഇപ്പോഴായിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. കർത്താവെ, ഒരു സുഗന്ധം പരക്കുന്നത് പോലെ അവരുടെ ലൈഫ് സുഗന്ധമുള്ളതാകട്ടെ, മണമുള്ളതായി തീരട്ടെ അപ്പാ. കർത്താവെ, അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.